അവനെ കണ്ടില്ല. ഹരിയെ നീ കണ്ടില്ലേ? ഇവനാണ് ആത്മഹത്യ ചെയ്ത് കിടക്കുന്നത് നമ്മൾ വിഷ്വലി കണ്ടത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ ഈ ശരീരത്തില് ഈ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പായിട്ട്, അതായത് കണ്ടിന്യൂറ്റി ഉള്ള കോസ്റ്റ്യൂം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവനെ ആദ്യം ഈ ഡ്രസ്സെല്ലാം അഴിച്ചതിന് ശേഷം ആദ്യം ഈ ബെൽറ്റ് നമ്മൾ ഇടിയിക്കണം. ഇത് നമ്മുടെ സേഫ്റ്റി ബെൽറ്റ്. ഈ സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ഈ എന്താ പറയാ ലാഡറിലൊക്കെ കയറുമല്ലോ, വലിയ സ്കഫോൾഡിംഗ് സെറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു 10 നിലയുടെ പുറത്ത് അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടാണ് കയറുന്നത്. ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് കയറുന്ന ഒരു സംഭവമാണ് ഈ സേഫ്റ്റി ബെൽറ്റ്. ഇനിയിപ്പോ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇതല്ല, ഇത് വേറെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ മറ്റേ ഈ കയറ് തന്നെ ആയാലും ഈ പറയുന്ന ട്യൂബിനകത്തൊക്കെ ഇട്ട് ഭയങ്കര അതായത് ഇറേസ് ചെയ്ത് കളയാവുന്ന രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ കുറച്ചുകൂടി നല്ലതായിട്ട്. ഇതിപ്പോ നമ്മള് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്തേക്ക് ഇത് നമുക്കൊരു ബഡ്ജറ്റ് കുറഞ്ഞ ഒരു സെറ്റപ്പിൽ അല്ലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നറിയുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും. അല്ലാതെ അതിനെ ഇതാണ് അവസാന വാക്ക് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആണ് ഇത് ഓരോന്നും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ സേഫ്റ്റി ബെൽറ്റ് ഇവനെ നമുക്ക് ഇടണം. കാരണം ഇവനെ ഇടണമെങ്കിൽ ഇവന് ഇട്ടുകൊണ്ട് വന്ന കോസ്റ്റ്യൂം ഉണ്ട്, ഇവന്റെ കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂം ഉണ്ട്. അപ്പൊ ആ കോസ്റ്റ്യൂമിന്റെ പുറത്തോട്ട് ഒരിക്കലും ഈ സേഫ്റ്റി ബെൽറ്റ് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം ഇവന്റെ ഡ്രസ്സ് നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഈ ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇവനിട്ടിരിക്കുന്ന പാന്റാണ്. ഇപ്പൊ ഒരു ലുങ്കിയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഈ പാന്റും അഴിച്ചിട്ട് വേണം നമുക്ക് ഈ ബെൽറ്റ് ഇടാൻ വേണ്ടി. കാരണം ഈ ഇതിന്റെ അകത്തൂടെ എന്നിട്ട് വേണം പാന്റ് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് കഴിക്കാമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ആദ്യം ഈ ഒരു സംഭവം ഈ ബ്ലാക്ക് കാണുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്താൽ അവന് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകത്തുള്ളൂ. വിഷ്ണുവിന് ഒട്ടും അവന് ഒരു വിശ്വാസമില്ല. കാരണം ഏത് സമയമാണ് അവനെ തൂക്കിക്കൊല്ലുന്നത് അറിയത്തില്ല. മുറുകി കറക്റ്റ് ആയോ? കുറച്ചുകൂടി ഇതാക്കണോടാ. കറക്റ്റ് ആണോ?
മാക്സിമം ഇങ്ങനെ ചേർന്ന് കിടക്കണം ഈ സാധനം. കയർ മേളിലേക്ക് പോകണം. ഇത് കാണാതിരിക്കാൻ വേണ്ടി കൊളുത്ത് അതിനകത്തൂടെ കയറ്റിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവൻ സേഫ്റ്റിയാണ്. സേഫ്റ്റി ആണ്ടാ. ഇനി നമുക്ക് ഇവനെ തൂക്കാം. കയറിയാ വാടാ ഇവനെ തൂക്കി. നമ്മള് തൂക്കാനായിട്ട് നോക്കിയപ്പോ അവിടെ ചേരെന്ന് പറയുന്ന ഒരു മരമാണ്. ആ മരം ഭയങ്കരമായിട്ട് ചൊറിയും. ഭയങ്കര ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ. അപ്പൊ അവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആദ്യമായിട്ട് വിഷ്ണു മരം കയറി. ചരിച്ചേ നീ മാറ. നീ ചിരിക്കല്ലേ, സീരിയസ് ആയിട്ട്. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനൊരു കഴുത്തില് ഒരു കയറുതാ, ഇങ്ങനൊരു കയറ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. കണ്ട, ചുമ്മാ ഒരു ഡെമ്മി കയറ് കണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് സേഫ്റ്റി ബെൽറ്റിലായിരുന്നു ഇവ കിടന്നത് മൊത്തം. ഈ കയറ് നമ്മൾ പകുതിക്കൂന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവന്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവൻ സേഫ്റ്റി ബെൽറ്റിലാണ് ഇത് മുഴുവനായിട്ട് കിടന്നത്. ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ ഞാൻ തരുമ്പോൾ ഒരിക്കലും, ഒന്നുകൂടി ഞാൻ പറയാം, ഇതൊരു അവസാന വാക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളാരും ഇതിനെ വിലയിരുത്തരുത്. ഇതൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വയനാടിന്റെ ആംബിയൻസിൽ എത്തപ്പെടാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഗോഡൌണും അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഫ്രെയിമിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് ഇത്രയും മനോഹരമായ ഒരു പ്ലേസിൽ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനോഹാരിത നമ്മളുടെ ഓരോ എപ്പിസോഡിനും ഇനി ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മളുടെ ട്രാവലിംഗിന്റെ ഇടയിലായിരിക്കും ഇനിയുമുള്ള എപ്പിസോഡുകളിൽ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
അപ്പോ ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടുന്ന് കിട്ടിയ എന്താ പേരെന്തായിരുന്നു, അഫ്സലിനെ നമ്മള് ഇവിടെ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അഫ്സല് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് അഫ്സല് നമ്മുടെ കൂടെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. ഇപ്പോ പിന്നെ ബാക്കി പറയണ്ടല്ലോ, അത് നമ്മുടെ മധുവേട്ടനെയും സുബേറും ആണ്, എൻ്റെ ഏട്ടന്റെ മോനുമാണത്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ എപ്പിസോഡ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഇതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ മനോഹരമായ വയനാടിന്റെ ഈ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശത്ത് പുതിയ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.